USS പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബാബറിന്റെ പിൻഗാമിയായ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബാബറിന് ശേഷം മുഗൾ ചക്രവർത്തിയായി അധികാരത്തിൽ വന്നത് ആര്? ഓപ്ഷൻ: ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. ശരിയുത്തരം ഹുമയൂൺ. രണ്ടാമത്തെ ചോദ്യം: ജസിയ നികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജസിയ നികുതി നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഓപ്ഷൻ എ ബാബർ, ബി അക്ബർ, സി ഔറംഗസീബ്, ഓപ്ഷൻ ഡി ഷാജഹാൻ. ശരിയുത്തരം അക്ബർ. ഓപ്ഷൻ ബി അക്ബർ. മൂന്നാമത്തെ ചോദ്യം: മുഗൾ എന്ന പദം എന്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? മുഗൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്? ഓപ്ഷൻ എ ടർക്കിഷ്, ബി മംഗോളിയൻ, സി പേർഷ്യൻ, ഡി അറബിക്. ശരിയുത്തരം ഓപ്ഷൻ ബി മംഗോളിയൻ. മംഗോൾ എന്ന പദം തെറ്റായി ഉച്ചരിച്ച് രൂപം കൊണ്ടതാണ് മുഗൾ എന്ന പദമായി മാറിയത്. അടുത്ത ചോദ്യം: ഏത് ചക്രവർത്തിയുടെ ഭരണമാണ് തുസൂഖ് ഇ ജഹാംഗീറി വിവരിക്കുന്നത്? തുസൂഖ് ഇ ജഹാംഗീറി എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് ഏത് ചക്രവർത്തിയുടെ ഭരണമാണ്? ഓപ്ഷൻ എ അക്ബർ, ബി ജഹാംഗീർ, സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ഹുമയൂൺ. ശരിയുത്തരം ഓപ്ഷൻ ബി ജഹാംഗീർ. അടുത്ത ചോദ്യം: ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ നഗരം ഏതാണ്? ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ നഗരം ഏതാണ്? ഓപ്ഷൻ എ ആഗ്ര, ബി സൂറത്ത്, സി ലാഹോർ, ഓപ്ഷൻ ഡി ധാക്ക. ശരിയുത്തരം ഓപ്ഷൻ സി ലാഹോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പാഠഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന ചരമക്കുറിപ്പ് അക്ബറിന് വേണ്ടി എഴുതിയത് ആരാണ്? പാഠഭാഗത്തിൽ പരാമർശിച്ച ചരമക്കുറിപ്പ് അക്ബറിന് വേണ്ടി എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ റാൽഫ് ഫിച്ച്, ഓപ്ഷൻ ബി പിയറി ജാറിക്, ഓപ്ഷൻ സി ടാവേർണിയർ, ഓപ്ഷൻ ഡി അബുൽ ഫസൽ. ശരിയുത്തരം ഓപ്ഷൻ ബി പിയറി ജാറിക്. അടുത്ത ചോദ്യം: മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ ചരിത്രകാരൻ ആരായിരുന്നു? മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ ചരിത്രകാരൻ ആരായിരുന്നു? ഓപ്ഷൻ എ ബീർബൽ, ബി അബുൽ ഫസൽ, ഓപ്ഷൻ സി രാജ തോഡർമാൻ, ഓപ്ഷൻ ഡി താൻസൻ. ശരിയുത്തരം ഓപ്ഷൻ ബി അബുൽ ഫസൽ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് മുഗൾ ചക്രവർത്തിയാണ് ദിവാൻ ഇ ഖാസ് നിർമ്മിച്ചത്? ഏത് മുഗൾ ചക്രവർത്തിയാണ് ദിവാൻ ഇ ഖാസ് നിർമ്മിച്ചത്? ഓപ്ഷൻ എ ബാബർ, ബി അക്ബർ, സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ജഹാംഗീർ. ശരിയുത്തരം ഓപ്ഷൻ സി ഷാജഹാൻ. അടുത്ത ചോദ്യം: അക്ബറിന്റെ ദീൻ ഇ ഇലാഹി എന്ന മതത്തിന്റെ കാതലായ ആശയം എന്തായിരുന്നു? അക്ബർ സ്ഥാപിച്ച ദീൻ ഇ ഇലാഹി എന്ന മതത്തിന്റെ കാതലായ ആശയം എന്തായിരുന്നു? ഓപ്ഷൻ എ സൈനിക വിപുലീകരണം, ഓപ്ഷൻ ബി സാമ്പത്തിക അഭിവൃദ്ധി, ഓപ്ഷൻ സി എല്ലാവർക്കും സമാധാനം, ഓപ്ഷൻ ഡി മത നിർവഹണം. ശരിയുത്തരം എല്ലാവർക്കും സമാധാനം. ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അക്ബറിന്റെ പിൻഗാമിയായ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അക്ബറിന്റെ പിൻഗാമിയായ മുഗൾ ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ എ ജഹാംഗീർ, ബി ഷാജഹാൻ, ഓപ്ഷൻ സി ഹുമയൂൺ, ഓപ്ഷൻ ഡി ഔറംഗസീബ്. ശരിയുത്തരം ഓപ്ഷൻ എ ജഹാംഗീർ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.